അറിവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2/12/2025 ഇന്ന് നടന്ന വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ഈ തസ്തികയിലേക്ക് നടന്ന ഇന്നത്തെ പരീക്ഷ, അതിൻ്റെ ഒരു വിശകലനമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പരീക്ഷ എപ്രകാരം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അതിൻ്റെ വേക്കൻസി എത്രയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ശമ്പള സ്കെയിൽ എത്രയാണ്, അതുപോലെ തന്നെ ഇനിയും ഒഴിവുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ, അതുപോലെ തന്നെ എത്ര പേരാണ് പരീക്ഷ എഴുതിയത്, അതുപോലെ തന്നെ അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് എന്നാണ്. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. പരീക്ഷ ഇന്ന് നടന്ന വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2-ൻ്റെ പരീക്ഷ പൊതുവെ പ്രയാസമുള്ള ഒരു പരീക്ഷയായിട്ടാണ് ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. പൊതുവെ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് പല ഉദ്യോഗാർത്ഥികളും ആശങ്കയിലാണ് എങ്കിൽ പോലും കട്ട് ഓഫ് മാർക്ക് പൊതുവെ താഴ്ന്നു വരാനുള്ള ഒരു സാധ്യതയായിട്ടാണ് കാണുന്നത്. വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2-ൻ്റെ ശമ്പള സ്കെയില് എന്ന് പറയുന്നത് 55,200 115,300 അതിൻ്റെ ശമ്പള സ്കെയില് വരുന്നത്. ഒഴിവുകൾ എന്ന് പറയുന്ന ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. ഒഴിവുകൾ കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും കൂടുതൽ ഒഴിവുകൾ വരാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്ത ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 3501 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 3501 പേര് കൺഫർമേഷൻ കൊടുത്തുവെങ്കിലും 66% ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായിട്ട് കണക്കുകളൊക്കെ പുറത്തു വരുന്നതേ ഉള്ളൂ എങ്കിൽ പോലും ഏകദേശ കണക്കുകൾ നിന്ന് ലഭ്യമാവുന്ന വിവരം ഇങ്ങനെയാണ്. അപ്പോൾ പൊതുവെ ഇന്നത്തെ പരീക്ഷ ഇത്തിരി പ്രയാസമുള്ള ഒരു പരീക്ഷയായിട്ടാണ് പൊതുവെ കണക്കാക്കാൻ സാധിക്കുന്നത്. ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ ഒരു നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായിട്ടാണ് പൊതുവെ കണ്ടത്. അത്ര എളുപ്പത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ PSC വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ട്, അതായത് പരമാവധി ഉദ്യോഗാർത്ഥികളെ കുഴപ്പിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ചോദ്യമാണ് പൊതുവെ ഇന്നത്തെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ ചോദ്യം എങ്ങനെ വരുമെന്നുള്ള ഒരു ആശങ്കയിലാണ് ഉദ്യോഗാർത്ഥികൾ എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പരീക്ഷ വളരെ പ്രയാസമായിരുന്നുകൊണ്ട് തന്നെ പരമാവധി ഉദ്യോഗാർത്ഥികൾക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെങ്കിൽ, ഷോർട്ട് ലിസ്റ്റിൽ വരണമെന്നുണ്ടെങ്കിൽ അത്രയധികം കട്ട് ഓഫ് മാർക്ക് കുറഞ്ഞാൽ മാത്രമേ പരമാവധി ഉദ്യോഗാർത്ഥികളെ നമുക്ക് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കട്ട് ഓഫ് മാർക്ക് പൊതുവെ ഒരു 50-നും 55-നും ഇടയ്ക്കൊക്കെ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് ഏറെ കാണുന്ന ഒരു സാഹചര്യമുള്ളത്. അതുപോലെ തന്നെ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ പറയുകയുണ്ടായി, ചോദ്യങ്ങളിലൊക്കെ ചില ചോദ്യങ്ങളിൽ ആൻസർ കീയിലൊക്കെ ചില ആൻസർ നോക്കുമ്പോൾ ഓപ്ഷനിൽ ചില മാറ്റങ്ങളൊക്കെ കാണാൻ സാധിച്ചു എന്ന് പല ഉദ്യോഗാർത്ഥികളും അഭിപ്രായപ്പെട്ടു. നിങ്ങൾക്ക് പ്രൊഫഷണൽ ആൻസർ കീ പ്രസിദ്ധീകരിക്കുന്ന അവസരത്തിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ പ്രൊഫഷണൽ ആൻസർ കീ PSC പ്രസിദ്ധീകരിക്കുന്നതാണ്. അങ്ങനെ പ്രസിദ്ധീകരിക്കുന്ന അവസരത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചലഞ്ച് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ച്. PSC തുടർ നടപടികളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന പരീക്ഷകളുടെ എല്ലാം തന്നെ ഷോർട്ട് ലിസ്റ്റ് അധികം വൈകാതെ തന്നെ പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ കാണാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു 120 ദിവസത്തിനുള്ളിൽ തന്നെ PSC ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ല എങ്കിൽ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകളൊക്കെ തങ്ങൾക്ക് പ്രൊഫൈൽ വഴി ലഭ്യമാവുന്നതാണ്. അതനുസരിച്ച് കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ പരീക്ഷ വിശകലനം വളരെ വിശദമായ ഒരു അവലോകനമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നടത്തിയത്. അപ്പോൾ പൊതുവെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, എല്ലാ മേഖലയിലുള്ള കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ ഓരോരുത്തരും ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ മാർക്കുകൾ ഓരോരുത്തർക്കും എത്ര മാർക്കാണ് ലഭിച്ചതെന്നുള്ളതൊക്കെ കമന്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാൻ സാധിക്കും. പൊതുവെ
എല്ലാവരും എത്ര മാർക്കാണ് മറ്റുള്ളവർ വിളിച്ചോ എന്നൊക്കെ ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഓരോരുത്തരും നിങ്ങൾക്ക് ലഭിച്ച മാർക്കുകൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര മാർക്കാണ് പൊതുവെ എന്ന് എല്ലാവർക്കും ലഭിച്ചതെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.